അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നുസൈബയെക്കുറിച്ചുള്ള ആ വാർത്ത കേട്ട് ഉപ്പയാകെ തളർന്നിരിക്കുകയാണ്. ഉമ്മ എന്തൊക്കെയോ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടും പക്ഷേ ഉപ്പാക്കത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഉപ്പ പറയാണ്, പഠിച്ചോനെ എൻ്റെ കുട്ടി, ഞാൻ എന്താ അല്ലാഹുവേ ചെയ്യുക? പഠിച്ചോനെ, ഞാൻ എത്രമാത്രം പ്രതീക്ഷയോടാണ് എൻ്റെ കുട്ടിയെ കൈപ്പിടിച്ച് ഏൽപ്പിച്ചത്. ഇത്തരക്കാർ ആണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഉപ്പയുടെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നുണ്ട്. തൻ്റെ പൊന്നുമോൾ നുസൈബയുടെ മുഖം അതാ വരികയാണ് മനസ്സിലേക്ക് വീണ്ടും വീണ്ടും. തൻ്റെ പൊന്നുമോൾ എത്ര നല്ല കുട്ടിയായിരുന്നു. പഠിക്കാൻ മിടുക്കിയായ കുട്ടിയെ നല്ലൊരു വിവാഹാലോചന വന്നപ്പോൾ കെട്ടിച്ചു കൊടുത്തു. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ കുട്ടിയുടെ ജീവിതം ഇങ്ങനെ ആവുമെന്ന്. പെൺകുട്ടികളെ ഓരോരുത്തരുടെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വസ്ഥമായി എന്ന് ചിന്തിക്കുന്ന ഒരു പിതാവാണ് റബ്ബേ ഞാനും. പക്ഷേ എനിക്ക് വന്നൊരു വിധി, എൻ്റെ കുട്ടിക്ക് വന്നൊരു വിധി. ഉപ്പാക്ക് പിന്നീട് അങ്ങോട്ട് ഒരു ഉഷാറുമില്ലാതെയായി. ആ വാർത്ത കേട്ടപ്പോൾ ഉമ്മ പറഞ്ഞു, നിങ്ങളെ നമ്മളെ മോള് തൽക്കാലം അറിയണ്ട, അവൾ എക്സാമൊക്കെ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് സാവധാനത്തിൽ പറയാം. എന്താ നീ പറയുന്നത്? അവളുടെ ജീവിതമല്ലത്, അവളുടെ ജീവിതമല്ലേ, അത് വെച്ച് നമുക്ക് കളിക്കാൻ പാടുണ്ടോ? ഒരിക്കലും ജീവിതം വെച്ച് കളിക്കുകയല്ല. അത് ടെൻഷനായി കഴിഞ്ഞാൽ അവളുടെ ഭാവി തന്നെയാണ് നഷ്ടത്തിലാകുക. അവൾക്കത് സത്യം പറഞ്ഞാൽ വിഷമാവും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് പറയണ്ടെന്ന് പറയുന്നത്. ഏതൊരു പിതാവിൻ്റെയും ഹൃദയം എത്രമാത്രം വേദനിക്കുന്നു തൻ്റെ മക്കളെ ആലോചിച്ച്, തൻ്റെ പെൺമക്കളുടെ ഭാവി ആലോചിച്ച്. അതുപോലെ തന്നെയാണ് നുസൈബയുടെ ഉപ്പാൻ്റെയും അവസ്ഥ. അദ്ദേഹം ആകെ തളർന്നു പോവുകയാണ്. ആ ദിവസം നുസൈബ ആ വിവരമൊന്നും അറിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ ഉപ്പാക്ക് എണീക്കാൻ തന്നെ കഴിയാത്ത അവസ്ഥ. നുസൈബയുടെ ഉമ്മ വന്ന് ഉപ്പയെ വിളിക്കുന്നു. നിങ്ങൾ എണീക്കുന്നില്ലേ? ഇന്നെന്താ പള്ളിയിലൊന്നും പോയില്ലല്ലോ? ഇന്ന് നിങ്ങൾ ഇവിടെ നിന്ന് നിസ്കരിച്ചതാണല്ലേ? അതെ, എനിക്ക് വയ്യ, എന്നെക്കൊണ്ട് വയ്യ. അതെന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ വയ്യാന്ന് പറഞ്ഞാൽ എന്തത് സംഭവം? എണീക്കുങ്ങളെ. എനിക്ക് എണീറ്റ് നിൽക്കാൻ പോലും കഴിയുന്നില്ല. എൻ്റെ മോളെക്കുറിച്ച് ഓർത്തിട്ട് എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. എൻ്റെ ഹൃദയം വല്ലാതെ. ഞാൻ എന്താ ചെയ്യുക? എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനിയിപ്പോൾ മറ്റൊരു കല്യാണം, അത് എന്നെക്കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നില്ല. ഈ കുടുംബം തന്നെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയൊക്കെയാണ്? ഇനിയിപ്പോൾ എൻ്റെ മകൾക്ക് വീണ്ടും ഒരു ഭർത്താവിനെ കണ്ടുപിടിക്കുക, അതിന് എങ്ങനത്തെ ആളാ പറയാൻ പറ്റൂലല്ലോ. ഇനിയും വിവാഹം നടത്തുക പറയുമ്പോൾ നിങ്ങളിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കല്ലേ. ഇപ്പോൾ അവൾക്ക് വേണ്ടത് വിവാഹമല്ല, അവിടെ നിൽക്കട്ടെ. ഇനി അവളെ പഠനമൊക്കെ ഒന്ന് പൂർത്തിയാകട്ടെ, എന്നിട്ട് സ്വന്തം കാലിൽ നിൽക്കാനാവട്ടെ ഓള്, എന്നിട്ട് മതി ഒക്കെ. എടി, നിനക്കത് പറഞ്ഞാൽ മതി. പെൺകുട്ടികളെ ഒരാണിൻ്റെ തണലിൽ ജീവിക്കേണ്ടവരാണ്. അതിപ്പോൾ ഒറ്റയ്ക്ക് എത്ര വിദ്യാഭ്യാസം നേടിയെടുത്താലും അവർക്കൊരു ആൺതുണ അത് അത്യാവശ്യമാണ് അവരുടെ സംരക്ഷണത്തിന്. എന്താ ചെയ്യുക? നമ്മളിപ്പോൾ നല്ലൊരാളെ കൈ പിടിച്ച് ഏൽപ്പിച്ചില്ലേ എല്ലാം നോക്കിയിട്ട്. പക്ഷെ ഒരു കാര്യം നോക്കാൻ നമ്മളടുത്ത് വിട്ടുപോയി. പാവപ്പെട്ട കുട്ടിയെ കല്യാണം കഴിച്ചാൽ മതി, സ്വർണം പണമൊന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അതിൽ നിന്നും ചെയ്തു. വല്ലാത്തൊരു കഷ്ടം തന്നെ. നിങ്ങൾക്ക് പനിക്കുന്നുണ്ടോ? ഉമ്മ അതാ ഉപ്പയുടെ നെറ്റിയിലൊക്കെ തൊട്ട് നോക്കുന്നു. ചെറുതായിട്ട് എന്തോ ഒരു ചൂടുള്ള പോലെയൊക്കെയുണ്ട്. ഉമ്മ പെട്ടെന്ന് തന്നെ അടുക്കളയിലെത്തി ഒരു ചുക്ക് കാപ്പി ഉണ്ടാക്കി ഉപ്പയുടെ അടുക്കിലേക്ക് വന്നു. നോക്കി, ഇത് കുടിക്കുങ്ങൾ, ഇത് കുടിച്ചിട്ട് വേഗം മാറട്ടെ. എന്തിപ്പോൾ നിങ്ങളിങ്ങനെ ടെൻഷനായി കഴിഞ്ഞാൽ നമ്മളെ ചെയ്യുക? ടെൻഷൻ വന്നാൽ പിന്നെ ഒന്നിനും കഴിയൂല. സത്യം പറഞ്ഞാൽ ഉപ്പാക്ക് ശരിക്കും എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു. ഉമ്മ ഉപ്പയെ ഒരു കൈ താങ്ങി അവിടെ ഇരുത്തി. ഇത് കുടിക്കുങ്ങൾ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പഠിച്ചവനെ, ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കല്ല, ഞങ്ങൾക്ക് ഇനി ആരാണുള്ളത്? ഉമ്മ വേദനയോടെ അള്ളാഹുവിനോട് ദുആ ചെയ്തു. ഉപ്പായുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുടിക്ക്. ആ ഒരു ചുക്ക് കാപ്പിയുടെ ആ ഗ്ലാസ് ഉമ്മ ഉപ്പയുടെ ചുണ്ടോട് അടുപ്പിച്ച് കൊടുക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇത് കുടിക്ക്.
നിങ്ങൾ അസുഖമൊക്കെ മാറും. ഉള്ളിൽ പനിക്കുന്നുണ്ട് തോന്നുന്നുണ്ട്, അതാണ്. ഉപ്പ ഒരു മുറുക്ക് ചുക്ക് കാപ്പി കുടിച്ചുകൊണ്ട് പറഞ്ഞു, മതി, എനിക്ക് വേണ്ട, എന്നെക്കൊണ്ട് കഴിയണില്ല. ഇക്ക, നിങ്ങൾ അങ്ങനെ പറയല്ലേ, ഇത് കുടിക്കി, ഇതൊന്ന് കുടിച്ചു നോക്കി. നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടേനല്ലോ, എനിക്ക് ഇറക്കാൻ കഴിയണില്ല, പിന്നെ ഞാൻ എന്താ ചെയ്യുക? ഉപ്പാക്ക് ടെൻഷൻ കൂടിക്കൂടി വരികയാണ്. അത് മറ്റൊന്നുമല്ല, മകളെക്കുറിച്ച് ഓർത്തിട്ട് തന്നെ. അത് ഉമ്മാക്ക് ശരിക്കും ബോധ്യമായിരുന്നു. ഉമ്മ വീണ്ടും ഉപ്പയുടെ അടുക്കൽ വന്നിരുന്ന് പറഞ്ഞു, ഇക്ക, നിങ്ങളിങ്ങനെ ബേജാറാവില്ലേ? ഇപ്പം നമ്മളെ മോള് അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് ഇപ്പോൾ നല്ലൊരു പഠനത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഓൾക്ക് എക്സാമിലൊക്കെ നല്ല മാർക്കും റാങ്കൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് എൻ്റെ കാര്യം. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ടെൻഷനായി കഴിഞ്ഞാൽ, അവളെങ്ങാനത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം എന്തായിരിക്കും സ്ഥിതി എനിക്കറിയില്ല. അതിന് ഞാൻ ടെൻഷൻ ആക്കല്ലല്ലോ, എൻ്റെ മനസ്സൊക്കെ ആ വേദന വരികയാണ്. വന്നാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യുക? എൻ്റെ കുട്ടീൻ്റെ ഭാവി, എൻ്റെ കുട്ടീനെ ആലോചിച്ചിട്ടാണ് എനിക്ക് ആദ്യം തന്നെ അള്ളാഹു തന്നൊരു പൊന്നു മോളുണ്ട് നുസൈബ. ഒരു തെറ്റും കുറ്റും ചെയ്യാതെ എൻ്റെ കുട്ടി ജീവിച്ചു. നല്ല രീതിയിൽ, ഹയറായ രീതിയിൽ, ഒരാളെ കൊണ്ടും ഒന്നും പറയിപ്പിക്കാതെ. ഒരു തെറ്റും എൻ്റെ കുട്ടീൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാവരും എൻ്റെ കുട്ടീനെ കുറിച്ച് അത്രക്കും നല്ല കുട്ടി എന്ന് മാത്രമായിരുന്നു പറഞ്ഞത്. നല്ല അച്ചടക്കത്തോടു കൂടിയാണ് എൻ്റെ കുട്ടി വളർന്നത്. എൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ സ്കൂളിലേക്കും മദ്രസയിലേക്കൊക്കെ ആദ്യം കൊണ്ടുപോകുമ്പോഴൊന്നും എൻ്റെ കുട്ടിക്ക് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. ഇക്ക, നിങ്ങൾ എന്തീ പറയണത്? പഴയ കാലങ്ങളൊക്കെ നിങ്ങളിങ്ങനെ അയവിറക്കണം എന്തിനാ? അതൊക്കെ കഴിഞ്ഞു പോയതല്ലേ. നമ്മളെ കുട്ടിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. നമ്മളെ കുട്ടി സുരക്ഷിതമായി നമ്മുടെ കൈകളിലുണ്ടല്ലോ, പിന്നെന്താ? എന്നാലും ഞാൻ കൈപ്പിടിച്ച് ഏൽപ്പിച്ച അവനെ എൻ്റെ കുട്ടിയെ ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ ഏതൊരു പിതാവിനും അത് സഹിക്കാൻ കഴിയില്ല. എനിക്കറിയാം ഇക്ക, നിങ്ങളെ വേദന എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ശരിയാണ്, എന്തപ്പോൾ ചെയ്യുക? അള്ളാഹുവിൻ്റെ വിധിയിൽ നിങ്ങൾക്ക് വിശ്വാസമല്ലേ? അങ്ങനെ വിചാരിച്ചാൽ മതി. നമ്മളെ കുട്ടിക്ക് 4-ാം മാസത്തിൽ കണക്കാക്കിയതായിരിക്കും ഇതൊക്കെ. ഇൻഷാ അള്ളാഹ് ഇനി ഇതിനേക്കാളും നല്ല ജീവിതം അവൾക്ക് കിട്ടുകയാണെങ്കിലോ, അതല്ല നല്ലത്. അല്ലാതെ ഇത്ര ഒരുപാട് ഇടങ്ങാറായിട്ടെന്താ അവിടെ നിന്നിട്ട്? ഉപ്പ ഒന്നും പറഞ്ഞില്ല. ഉപ്പയുടെ നെഞ്ചിങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇക്ക, എന്തു പറ്റി? എൻ്റെ നെഞ്ചിനൊക്കെ വല്ലാതെ വേദന അനുഭവപ്പെടുന്നു. അതെ, ടെൻഷനായിട്ടാണ്. നിങ്ങളിങ്ങനെ ടെൻഷനാവില്ലേ? വരി, നമുക്കൊന്ന് പുറത്ത് സിറ്റൗട്ടിൽ പോയിരിക്കുക. നിങ്ങൾ എണീറ്റാണേ. ഉമ്മ ഉപ്പയുടെ കൈ പിടിച്ചു. പക്ഷെ ഉപ്പാക്ക് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ വരെ കഴിയുന്നില്ലായിരുന്നു. ഇക്ക, നിങ്ങളെന്താ, നിങ്ങൾക്ക് നടക്കാനൊന്നും വയ്യേ? എന്താടി, മനസ്സിന് കരുത്തില്ലാതെ ഞാൻ എങ്ങനെ നടക്കാനാ? പഠിച്ചോനെ അല്ലാ, ഞാൻ എന്താ റഹ്മാനെ ചെയ്യുക? വരി, എൻ്റെ തോളിലിവിടെ പിടിച്ചാണ്. നുസൈബയുടെ ഉപ്പയെ അതാ ഉമ്മ പതുക്കെ താങ്ങുന്നു. പക്ഷേ കഴിയുന്നില്ല. അപ്പോഴേക്കും നുസൈബയെല്ലാം അങ്ങോട്ട് വന്നു. ഉമ്മ, എന്തു പറ്റി? ഉപ്പാക്കെന്താ? ഉപ്പ, എന്തുപ്പാ? മോളെ, ഉപ്പാക്ക് നടക്കാനൊക്കെ ഒരു പ്രയാസം. പഠിച്ചോനെ, വരി ഉപ്പ, ഞാൻ പിടിക്കാം. നുസൈബ മറ്റൊരു ഭാഗത്തും. നുസൈബയുടെ മുഖത്തേക്ക് ആ ഉപ്പ നോക്കി. ഉപ്പ അറിയാതെ വിതുമ്പിപ്പോയി. എൻ്റെ കുട്ടിക്ക് വന്നൊരു വിധി എന്ന് പറയണമെന്ന് വായിൽ വന്നു. പക്ഷേ അപ്പോഴാണ് ഉമ്മ പറഞ്ഞത് ഓർത്തത്. ഇല്ല, എൻ്റെ കുട്ടിയുടെ മുമ്പിൽ വെച്ച് ഞാനൊന്നും പറയുന്നില്ല. ഉപ്പ, ആശുപത്രിയിൽ പോകണോ? നമുക്ക് പോയാലോ? ഉമ്മ, നിങ്ങൾ ആ വണ്ടി ഒന്ന് വിളിച്ചോളി. മക്കളെ വേണ്ട, ഉപ്പ നടന്നോളൂ. ഉപ്പാൻ്റെ മനസ്സിന് ധൈര്യം കുറവുണ്ടായതുകൊണ്ടാണ്. ഉമ്മ, എന്താണ് ഉപ്പാക്ക് ഇത്ര മനസ്സിന് ഇത്ര ധൈര്യം കുറവ്? എന്താണ്? ഉമ്മ എല്ലാം പറഞ്ഞ് റെഡിയാക്കണല്ലേ. എന്ത് പറ്റി ഉപ്പ? എന്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു നല്ല ഹാപ്പി ആയിരുന്നല്ലോ ഉപ്പ? ഉമ്മ, നിങ്ങൾ ആ വണ്ടിക്കൊന്ന് വിളിക്കേ. വരി ഉപ്പ, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി വരാം. എന്തെങ്കിലും ചിലപ്പം പ്രഷർ എന്തെങ്കിലും കുറഞ്ഞതൊക്കെ ആയിട്ടായിരിക്കും. വരി. വേണ്ട മക്കളെ, ഞാൻ ഇവിടെ നിന്നോളാം. എനിക്ക് എൻ്റെ ശരീരത്തിനുള്ള അസുഖമെല്ലാം ഹോസ്പിറ്റലിലുള്ളവർ മാറ്റുമായിരിക്കും. എൻ്റെ മനസ്സിൻ്റെ വേദന ആര് മാറ്റും? അത് പഠിച്ചോനല്ലേ കഴിയുള്ളൂ, അല്ലാതെ ഡോക്ടർമാർക്ക് കഴിയൂലല്ലോ. അത് അള്ളാഹു വിചാരിക്കണം. ഉപ്പ, എൻ്റെ ഉപ്പാക്ക് എന്താ മനസ്സിന് ഇത്രമാത്രം വേദന ഇപ്പോൾ? ഹേയ്, അങ്ങനെയൊന്നുമില്ല ഉപ്പ. ഇതാ ഉപ്പാൻ്റെ 3 മക്കളും ഇവിടെ ഉണ്ട്. ഇതാ ഉമ്മയുണ്ട്, വല്യമ്മ ഉണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെന്താ, ഉപ്പാക്ക് ആരും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ.
മോളെ, ഉപ്പ നുസൈബയുടെ കൈ മുറുകെ പിടിച്ചു. എൻ്റെ കുട്ടി ഒന്നും കൊണ്ട് വിഷമിക്കരുത് കേട്ടോ. എന്തിനുപ്പാ? എല്ലാം റാഹത്തായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട്. തൻ്റെ മോളുടെ ആ ഒരു ധൈര്യം, അത് ഉപ്പാക്ക് അതിശയം തോന്നി. പഠിച്ചവനെ, എൻ്റെ കുട്ടിയുടെ ആത്മധൈര്യം നീ കളയല്ല, അവൾക്ക് കൂടുതൽ ധൈര്യം കൊടുക്കണേ റഹ്മാനെ, ഉപ്പ പ്രാർത്ഥിച്ചു. ഉമ്മ ആ ഒരു ഓട്ടോക്കാരനെ വിളിക്കുവാൻ വേണ്ടി നിൽക്കുകയാണ്. എടി വേണ്ട, നിങ്ങൾ എൻ്റെ കൂടെ കുറച്ച് സമയം നിന്നാൽ തന്നെ മതി, എൻ്റെ അസുഖം മാറിക്കോളും. വേണ്ടക്കാ, ഒന്ന് വിളിച്ചു നോക്കാം, നമുക്കിനി പ്രഷറോ ഷുഗറോ കൊളസ്ട്രോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നോക്കാമല്ലോ. പിന്നെ നെഞ്ച് വേദന ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതാണ് എനിക്ക് പേടി. അപ്പോഴേക്കും ഉമ്മ അതാ ഒരു ഓട്ടോ ഡ്രൈവറെ വിളിക്കുന്നു. ഓട്ടോറിക്ഷ അതാ നുസൈബയുടെ വീടിൻ്റെ മുറ്റത്തെത്തി. ഉപ്പക്ക് വേറൊരു ഷർട്ട് അതാ നുസൈബയും ഉമ്മയും ഇട്ട് കൊടുക്കുന്നു. അവർ ഉമ്മയും നുസൈബയും താങ്ങിക്കൊണ്ട് അതാ ഉപ്പയെ ഒരു കൈ പിടിച്ചുകൊണ്ട് ഓട്ടോയിലേക്ക് കൊണ്ടുപോകുന്നു. ഓട്ടോ ഡ്രൈവർ ചോദിച്ചു, എന്തു പറ്റി കാക്കാക്ക്? ഒന്നുമില്ല, ഇന്നിപ്പോൾ രാവിലെ ക്ഷീണം ഒരു തളർച്ചയൊക്കെ തോന്നി. മറ്റേത് സുബഹി കഴിഞ്ഞാൽ പിന്നെ ചായയും കുടിച്ച് പണിക്കിറങ്ങുന്ന ആളാണ്. ഇപ്പോൾ എന്താ അറിയില്ല. അങ്ങനെ അതാ അവർ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, കാര്യമായിട്ട് പ്രശ്നമൊന്നും കാണുന്നൊന്നുമില്ല, പക്ഷേ ഉപ്പാക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അല്ലുപ്പ, ടെൻഷനാകാൻ മാത്രം എന്താ നിങ്ങൾക്കുള്ളത്? ഇതാ നിങ്ങളെ സ്നേഹിക്കണ നല്ല ഭാര്യയും മക്കളൊക്കെ ഉണ്ടല്ലോ, പിന്നെന്താ ഉപ്പാക്ക് ടെൻഷന്? ഡോക്ടറെ, നമ്മൾ മനുഷ്യന്മാരല്ലേ, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ടെൻഷൻ കൂടി വന്നാൽ അത് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. അത് ശരിയാണിപ്പാ, അത് കറക്റ്റാണ് നിങ്ങൾ പറഞ്ഞത്. എന്തായാലും ഇപ്പം നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല, ടെൻഷൻ്റേതാണ്. ഇനിയിപ്പോൾ ടെൻഷൻ കൂടി വന്നാൽ ഒരു പക്ഷേ നെഞ്ചുവേദനയൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഹാപ്പി ആക്കാൻ നോക്കുക. തൽക്കാലം ഒരു ട്രിപ്പിട്ട് ഇവിടെ നിന്ന് കിടത്താം. പിന്നെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ലല്ലോ? ഇല്ല, ഒന്നും കഴിച്ചിട്ടില്ല. എന്നാൽ പിന്നെ ഇവിടെ നിന്ന് കിടന്നോട്ടെട്ടോ. അങ്ങനെ അതാ ഉപ്പയെ അവിടെ അഡ്മിറ്റാക്കുന്നു. ഉമ്മക്ക് മനസ്സിലായി അതൊന്നുകൊണ്ടുമല്ല, തൻ്റെ മോളെ ഡൈവേഴ്സ് ചെയ്യുകയാണെന്നുള്ള ആ ഒരു വാർത്ത ഇക്കയെ വല്ലാത്ത ടെൻഷനാക്കിയിട്ടുണ്ട്. ആ ഒരു ടെൻഷനാണ് അദ്ദേഹത്തിന് കാണുന്നത്. അല്ലെങ്കിൽ രാവിലെയൊക്കെ നല്ല ഉഷാറോടെ നടന്നിരുന്ന ആളാണ്. ആ വാർത്ത കേട്ടതിന് ശേഷം തന്നെ ഇന്നലെ രാത്രിയൊന്നും ഉറങ്ങിയിട്ടില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടക്കും, കുറേ എണീറ്റിരിക്കും. പിന്നെ എൻ്റെ സമയമായപ്പോൾ തഹജ്ജുദ് നിസ്കരിച്ച് എന്തെന്നറിയില്ല, വല്ലാത്ത ടെൻഷൻ കൊണ്ട് ആകെ ഉറങ്ങിയിട്ട് പോലുമില്ല. അതിൻ്റെയൊക്കെ ആയിരിക്കും. ഉമ്മാക്കെല്ലാം മനസ്സിലാകുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനുകൂടി ടെൻഷനായാൽ എൻ്റെ നുസൈബ മോൾ അതറിയും. അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോളുടെ പഠനമെല്ലാം നഷ്ടമാവും. അവൾക്ക് എക്സാമിന് കഴിയുന്ന അവൾ പഠിച്ചതൊന്നും അറ്റൻഡ് ചെയ്യാനൊരു പക്ഷേ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ ഒരിക്കലും അവളെ ടെൻഷനാക്കാൻ പാടില്ല. ആ ഉത്തരവാദിത്തം എനിക്കാണ് ഇന്നിവിടെ ഉള്ളത്. അവരുടെ ഉപ്പയാണെങ്കിൽ ആകെ തളർന്നു പോയിട്ടുണ്ട്. എൻ്റെ മോൾ ഇതൊരിക്കലും അറിയരുത്. ഡോക്ടർ പറഞ്ഞ ഒരു മെഡിസിൻ വാങ്ങാൻ വേണ്ടി നുസൈബ അതാ ഫാർമസിയിലേക്ക് പോകുന്നു. അവിടെ നിന്ന് അവളുടെ ഫോണതാ ബെല്ലടിക്കുന്നു. ആരാണ് പഠിച്ചോനെ? അവൾ ബാഗിൽ നിന്ന് ഫോണെടുത്ത് അറ്റൻഡ് ചെയ്തു. ഉമ്മ. അസ്സലാമു അലൈക്കും ഉമ്മ. വലൈക്കും അസ്സലാം. മോളെ, എൻ്റെ മോളെ നുസൈബ, എൻ്റെ കുട്ടിക്ക് സുഖമല്ലേ? ആ ഉമ്മ, അൽഹംദുലില്ലാ സുഖാണ്. എന്തു ഉമ്മ, നിങ്ങളുടെ സൗണ്ട് വല്ലാതിരിക്കുന്നല്ലോ, എന്തു പറ്റി? ഒരു നിമിഷം ഫൈസലിൻ്റെ ഉമ്മ വിചാരിച്ചു, പഠിച്ചോനെ ഈ കുട്ടി കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ? ഇല്ലെന്ന് തോന്നുന്നു, നല്ല ഹാപ്പിയിലാണ്. തൽക്കാലം എൻ്റെ കുട്ടി അറിയണ്ട. മോളെ നുസൈബ, മോളെ പഠനമൊക്കെ എങ്ങനെയുണ്ട്? ഉമ്മ, അൽഹംദുലില്ലാ റാഹത്തായിട്ട് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ക്ലാസ് നാളെ അറ്റൻഡ് ചെയ്യണം, ശനി ഞായറും ലീവാണ്, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഉമ്മ, അതെന്താ മോളെ, എന്തു പറ്റി? ഉമ്മ, അത് ഉപ്പ പെട്ടെന്ന് ഹോസ്പിറ്റലിലായി. പഠിച്ചോനെ എന്തു പറ്റി ഉപ്പാക്ക്? ഉപ്പാക്കുമ്മ എന്തോ ഒരു അസ്വസ്ഥതയും എന്തൊക്കെ ഒരു ക്ഷീണം, പിന്നെ അതുപോലെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നി, നെഞ്ചുവേദന അനുഭവപ്പെടുക, അങ്ങനെയൊക്കെ. അള്ളാഹുവേ പഠിച്ചോനെ, ഇനിയിപ്പോൾ എന്തൊക്കെ കേൾക്കണം റബ്ബേ. മോളെ നുസൈബ, എന്നിട്ട് ആരാ ഹോസ്പിറ്റലിലുള്ളത്? ഉമ്മ, ഞാനും ഉമ്മയുണ്ട് ഹോസ്പിറ്റലിൽ. പിന്നെ മക്കളങ്ങോട്ട് തറവാട്ടിൽ ആക്കി കൊടുത്തേക്കാണ്. പഠിച്ചോനെ എന്തൊക്കെയാണ് കേൾക്കണത്? ഉപ്പാക്ക് മോളെ എപ്പോഴാണ് തുടങ്ങിയത്? നല്ല രീതിയിൽ പണിയെടുത്ത് നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു, കുടുംബം പോറ്റിക്കൊണ്ട്. പഠിച്ചോനെ ഇനിയിപ്പോൾ എന്താ പോലെ സ്ഥിതി? ഉമ്മ മനസ്സിൽ വിചാരിച്ചു.
മോളെ, ഉപ്പാക്ക് എപ്പോഴാണ് തുടങ്ങിയത്? ഉമ്മ, അത് ഇന്നലെ ഉപ്പ കടയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ തന്നെ ഉപ്പാക്ക് വല്ലാത്തൊരു വിഷമം. ഞാൻ ബാത്റൂമിലായിരുന്നു. എനിക്കാണെങ്കിൽ ഞാനൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ ബാത്റൂമിൽ കുളിക്കാൻ വേണ്ടി കയറി. പിന്നുണ്ട് ഉപ്പ എന്നെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഉപ്പ വന്നപ്പോൾ മുതൽ തന്നെ എൻ്റെ മോളെ നുസൈബ എന്ന് പറഞ്ഞിട്ടാണത്രേ ഉപ്പ കരഞ്ഞുകൊണ്ട് വന്നത്. അപ്പോൾ ഞാൻ പിന്നെ ഓടി വന്നു ഉപ്പാൻ്റെ അടുത്തിരുന്ന്. പിന്നെ ഉമ്മ എന്നെ കണ്ട് പറഞ്ഞയച്ചു, എന്നെ അനിയത്തിമാരെയൊക്കെ പറഞ്ഞയച്ചു. പിന്നെ ഉമ്മ എന്തൊക്കെയോ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാവും, ഒരു പക്ഷേ എന്നെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് ടെൻഷനായിരിക്കും. ഫൈസൽ ഖാൻ്റെ ഈ ഒരു സ്വഭാവത്തിനെ കുറിച്ചും ഫൈസൽക്ക് വരാത്തതിനെ കുറിച്ചൊക്കെ ഉപ്പാക്ക് നല്ല ടെൻഷനുണ്ട്. അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉപ്പ നിങ്ങൾ പേടിക്കണ്ട. ഉപ്പ പറയണം, മോളെ ഈ ഉപ്പാക്ക് ജീവനുള്ളിടത്തോളം കാലം ഈ ഉപ്പ ഉണ്ടാവും എൻ്റെ കുട്ടീനെ സംരക്ഷിക്കാൻ. അങ്ങനെയൊക്കെയാണ് ഉപ്പ പറഞ്ഞത്. ഉപ്പാക്ക് നല്ല ടെൻഷനുണ്ട്. എന്തായാലും പഠിച്ചോനെ, ഫൈസൽക്കയുടെ സ്വഭാവമൊക്കെ മാറി നല്ല രീതിയിലാകാനാണ് ഉമ്മ ഞാനിപ്പോഴും പ്രാർത്ഥിക്കണത്. അത് കേട്ടപ്പോൾ ഉമ്മ ഒന്ന് ഞെട്ടിപ്പോയി. മോളെ നുസൈബ, എന്തോ ഉമ്മ? ഉമ്മാക്ക് പിന്നെ അങ്ങോട്ട് മിണ്ടാൻ കഴിയുന്നില്ല. പഠിച്ചോനെ, ആ കുട്ടി അറിഞ്ഞിട്ടില്ല. അവൾ മൊഴി ചൊല്ലുന്ന കാര്യം അവൾ അറിഞ്ഞിട്ടേ ഇല്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവൾ ഇനിയും പ്രാർത്ഥിക്കില്ല. അവളുടെ ഭർത്താവ് ഫൈസലിന് വേണ്ടിയിട്ട്, ഫൈസൽ നല്ല രീതിയിലാവാനും നല്ല സ്വഭാവത്തിലാവാനും വേണ്ടിയിട്ട് അവൾ ഒരിക്കലും പ്രാർത്ഥിക്കില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോഴും ആ കുട്ടി അറിഞ്ഞിട്ടില്ല. തൽക്കാലം ഞാനായിട്ട് പറയുന്നില്ല. ഉമ്മാക്കാകെ ടെൻഷനായി. മോളെ, ഏത് ഹോസ്പിറ്റലിലാണ് ഉപ്പ? ഉമ്മ, അത് അവിടെ ആ ടൗണിലുള്ള ഹോസ്പിറ്റൽ തന്നെയാണ്. ഹോസ്പിറ്റലിൻ്റെ പേര് അതാ ഉമ്മാക്ക് അവൾ പറഞ്ഞു കൊടുക്കുന്നു. മോളെ, എന്നാലും ഉപ്പാനെ നല്ല നോക്കിക്കോളിട്ടോ. എന്ത് ആവശ്യമുണ്ടെങ്കിലും വിളിക്കണം കേട്ടോ. ഒരു ബുദ്ധിമുട്ടും നിങ്ങൾ കരുതരുത് കേട്ടോ. എന്ത് പൈസൻ്റെ ആവശ്യമുണ്ടെങ്കിലും ഇതാ ഈ ഉമ്മ ഉണ്ട് കേട്ടോ. ഒന്നും കൊണ്ടും നിങ്ങൾ ബേജാറാവില്ലേ. എല്ലാത്തിനും ഞങ്ങളുണ്ടല്ലോ. എന്താവശ്യം വരികയാണെങ്കിലും വിളിക്കും പറയും വേണം കേട്ടോ. ഒന്നും മറച്ചു വെക്കരുത്. പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ഉപ്പാനെ സംരക്ഷിക്കാത്ത ഒരവസ്ഥ വരരുത് കേട്ടോ. ആ ഉമ്മ, ആയിക്കോട്ടെ, ഇപ്പോൾ പൈസ ഉണ്ടുമ്മ, കുഴപ്പമൊന്നുമില്ല. മോളെ, എന്നാൽ ഉമ്മ വെക്കട്ടെ. അസ്സലാമു അലൈക്കും. ഫൈസലിൻ്റെ ഉമ്മ ഫോൺ കട്ട് ചെയ്ത്. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. പഠിച്ചവനെ, എന്താ റബ്ബേ ചെയ്യുക? ആ മനുഷ്യന് ടെൻഷനായത് തന്നെയായിരിക്കും. തൻ്റെ മോളെ തൊലാക്ക് ചൊല്ലി എന്നുള്ള ആ ഒരു വാർത്ത കേട്ടപ്പോൾ ഏത് ബാപ്പന്മാരായാലും ഹൃദയം പൊട്ടിപ്പോകുന്നൊരവസ്ഥയാണല്ലോ. അതെ, അതുതന്നെയായിരിക്കും. അദ്ദേഹം ടെൻഷനാകാൻ കാരണം നല്ല രീതിയിൽ പണിയെടുത്ത് നടക്കണമെന്നൊരു മനുഷ്യനായിരുന്നു. പഠിച്ചവനെ, എന്തൊക്കെ നീ കാണണം കേൾക്കണം റബ്ബേ അല്ലാ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഷമ്മാസ് കയറി വരുന്നു. ഉമ്മ, മോനെ നീ എത്തിയോ? ഞാനും വിചാരിച്ചു ഞായറാഴ്ചയായിട്ട് പഠിച്ചോനെ എൻ്റെ കുട്ടീനെ കാണാനില്ലല്ലോ എന്ന്. ആ ഉമ്മ, ഒരു ഗ്ലാസ് വെള്ളം ഉമ്മ. മോനെ, ഇതാ ഞാൻ എടുത്തു തരാം. വേണ്ടമ്മ, സോറി, ഞാൻ അറിയാതെ പറഞ്ഞതാണ്. അതിനെന്താ മോനെ, എൻ്റെ കുട്ടിക്ക് ഞാൻ കൊണ്ടുവന്ന് തരൂല്ലേ? ഉമ്മ വേണ്ട, ഉമ്മ അവിടെ ഇരുന്നോളൂ. മോനെ, ഈ അറിഞ്ഞടാ? എന്തുമ്മ? എന്താ നിങ്ങളുടെ മുഖത്തൊരു ടെൻഷൻ? എന്തു പറ്റി? മോനെ, എൻ്റെ ഇക്കാക്കാൻ്റെ വൈഫിൻ്റെ ഉപ്പാക്ക് തീരെ വയ്യടാ. അത് ഹോസ്പിറ്റലിലാണത്രേ. ഉമ്മ, അന്ന് നമ്മൾ പോയേ ഇത്താത്താൻ്റെ ഉപ്പാക്കോ? പഠിച്ചോനെ അല്ലാ, എന്തു പറ്റിയതാണല്ലോ മോനെ. ഇത്താത്ത അവളെ ഒഴിവാക്കുന്ന കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട്. എന്നോടിപ്പോൾ കുറേ സംസാരിച്ചു. അപ്പോഴൊന്നും കുഴപ്പമില്ല. പിന്നെ ഹോസ്പിറ്റലിലാണ് ഉപ്പാനെയും കൊണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഇന്നലെ ഉപ്പ കടയിൽ നിന്ന് വന്നപ്പോഴന്നെ ഒരു ടെൻഷനുണ്ട്, ടെൻഷനോടെ വന്നത്. ഇപ്പോൾ ഒന്ന് നെഞ്ചുവേദനയ്ക്കായിട്ട് ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു. ഉമ്മ, പാവം ആ സാധു മനുഷ്യൻ അറിഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹത്തിന് ആ ഒരു ഷോക്കായതായിരിക്കും, അത് ഉറപ്പാണ്. പഠിച്ചോനെ, എല്ലാം കൈവിട്ട് പോവുകയാണല്ലോ അല്ലാ. ഫൈസൽക്ക ഇങ്ങനെ ചെയ്യുമെന്നുള്ളത് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഉമ്മ. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഞാൻ ഒന്നും പറയില്ലായിരുന്നു. ഇപ്പോൾ അവരുടെ ആ കുടുംബനാഥന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? ഒരു ആൺതരി പോലും ഇല്ലാത്ത കുടുംബമാണ് അവരുടേത്. പഠിച്ചവനെ, എന്തൊക്കെയാണ് ഞാൻ കേൾക്കുന്നത്? മോനെ, വിഷമിക്കണ്ട, അവർക്കുള്ളതൊക്കെ നമുക്ക് കൊടുക്കാടാ.
പിന്നെ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി വരണം കേട്ടോ. ഉമ്മ ആയിക്കോട്ടെ, അതിനെന്താ, പോകണമല്ലോ, നിർബന്ധമായിട്ടും പോകണം. കാരണം നമ്മളുടെ വീട്ടുകാരെ കൊണ്ടാണ് അവർക്ക് അങ്ങനെയൊക്കെ വന്നത്. അപ്പോൾ അതിനുള്ള നഷ്ടപരിഹാരമായിട്ട് നമ്മൾ അങ്ങോട്ട് പോകണം, അവർക്കുള്ളതെല്ലാം ചെയ്തു കൊടുക്കണം. അല്ല ഞാൻ പടച്ചോൻ പൊറുക്കൂലേ നമ്മളോടുമ്മ. മോനെ എന്നാ എപ്പോഴാണ് ഉമ്മ പോവുക? ഇപ്പോൾ തന്നെ പോവേ? ആ ഉമ്മ, എനിക്കൊരാളെ അർജൻറ്റായിട്ട് കാണാനുണ്ട്. അപ്പോൾ ഉമ്മ വേഗം ഒരുങ്ങി നിൽക്ക് കേട്ടോ. ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ ഇങ്ങോട്ട് എത്തും. ഷമ്മാസത വണ്ടി എടുക്കുന്നു. അവൻ പെട്ടെന്ന് വീട്ടിൽ നിന്നിറങ്ങി. ഉമ്മ വിചാരിച്ചു, പഠിച്ചോനെ, എൻ്റെ ഒരു മോനക്കെങ്കിലും ഒരു ദയ നിൻ്റെ മനസ്സിൽ ഇട്ടിക്കണ് ഓൻ്റെ. അല്ലാ, അത് എന്ന് നിലനിർത്തി തരണേ റബ്ബേ. മനുഷ്യസ്നേഹിയായ ഒരു കുട്ടികൾ എനിക്കുണ്ടല്ലോ. എല്ലാവരെ പറ്റിയും വലിയ വേദനയാണ്. ഫൈസലിനെ കുറിച്ചൊക്കെ വലിയ വേദനയാണ്. ഞാനൊക്കെ എന്തെങ്കിലും പറയുമ്പോഴൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി പറയാണ്. പക്ഷേ ഇപ്പോൾ അവനക്ക് ഏറെക്കുറെ മനസ്സിലായി, ഒരിക്കലും ഇക്കാക്കനോട് നല്ലത് പറഞ്ഞാലൊന്നും ഇക്കാക്ക അതൊന്നും എടുക്കൂല എന്നും ഏറെക്കുറെ അവന് മനസ്സിലായി കഴിഞ്ഞു. അകത്ത് ഷാനിയും ഫൈസലും ഉണ്ട്. മുകളിലത്തെ റൂമിൽ നല്ല ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഷാനി ഫൈസലിനോട് പറയുകയാണ്, നിങ്ങളുടെ പെർഫോമൻസൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളെ ഉമ്മാനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെയധികം നന്നായിട്ടുണ്ട്. പക്ഷെ അതിലൊരു പൊട്ടത്തരം ഫൈസൽ വിളിച്ചു പറഞ്ഞു. ഒരിക്കലും അത് പറയാൻ പാടില്ലായിരുന്നു. ഫൈസൽ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? എന്ത് ഷാനി, ഞാൻ എന്ത് പറഞ്ഞു എന്നാണ് പറയുന്നത്? നിൻ്റെ ഇഷ്ടത്തിന് ഞാനങ്ങനെ നിന്നിപ്പോൾ നീ എല്ലാം കണ്ടുപിടിക്കുന്നുണ്ടല്ലേ? അതെ, ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഫൈസൽ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറിത്തരാം, നിങ്ങളെ ഇഷ്ടം പോലെയൊക്കെ ജീവിക്കുന്നൊക്കെ. അത് പറഞ്ഞത് വളരെയധികം പൊട്ടത്തരമായിപ്പോയി. ഇവിടെ നിന്ന് നിങ്ങൾ മാറി താമസിച്ചാൽ പിന്നെ ഇപ്പോൾ എന്താ സ്ഥിതി? പിന്നിപ്പോൾ ഈ വീടും സ്വത്തുക്കളും അതെല്ലാം നമുക്ക് നഷ്ടമാവും. ഒരിക്കലും അങ്ങനെ പറയരുത്. അങ്ങനെ തോന്നുകയാണെങ്കിൽ തന്നെ അവർ മാറി താമസിക്കട്ടെ. ഈ വീടെന്ന് വെച്ചാലേ പഴക്കമില്ലാത്ത പുതിയ വീടാണ്. വെറും 6 വർഷമാണ് ഈ വീടിന് ആയിട്ടുള്ളത്. കുറച്ചുകൂടി സെറ്റപ്പ് പണികളൊക്കെ വീണ്ടും എടുത്തു. അപ്പോൾ ഒരിക്കലും ഫൈസൽ പറയരുത് ഞാൻ ഇവിടെ വിട്ട് പോവാണ് വേറെ എങ്ങോട്ടെങ്കിലും എന്ന്. അത് ഭയങ്കര വിഡ്ഢിത്താണ് ഫൈസൽ പറഞ്ഞത്. ഈ വീട് വിട്ടു പോകേണ്ട ആവശ്യം എന്താണ്? നിങ്ങളെന്താ ഇവിടുത്തെ മകനല്ലേ? നിങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതല്ലേ ഇത്? ഒരിക്കലും അങ്ങനെ പറയരുത്. പോവുകയാണെങ്കിൽ അവർ പോട്ടെ, ഉമ്മയും ഷമ്മാസും. എന്നാൽ പിന്നെ നമുക്കിവിടെ സുഖമായി അങ്ങ് വാഴാലോ. ഫൈസൽ കുറച്ചുകൂടി ചിന്തിച്ച് സംസാരിക്കണം. എന്നെ നീ പഠിപ്പിക്കണ്ട, എനിക്കറിയാം എന്താണ് പറയാനുള്ളത് എന്നുള്ളത്. അതാരായെന്ന് ഞാൻ പറയും. ഫൈസൽ പിണങ്ങല്ലേ പ്ലീസ്. ഞാൻ പിണങ്ങാൻ വേണ്ടി പറയല്ല, ഞാൻ കാര്യത്തിലാണ് പറയുന്നത്. അങ്ങനെയുള്ള പോയത്തങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. പിന്നെ എന്തായാലും അയ്യൻ ഷമ്മാസ് കെട്ടാനായി തുടങ്ങിയല്ലോ, അപ്പോൾ അവരിവിടെ ഇങ്ങോട്ട് സ്വന്തമാക്കിയെടുക്കും. കാരണം അത്രയ്ക്ക് സെറ്റപ്പുള്ള വീടാണിത്. ഒരിക്കലും ആരും വിട്ടുകൊടുക്കൂല. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ഫൈസൽക്ക് ഇവിടെ എനിക്ക് ഒരു കൺഗ്രാജുലേഷൻസ് പറയാനുണ്ട് കേട്ടോ. എന്തിന്? അതെ, എന്നാലും ആ ഒഴിയാബാധ മേത്തുനിന്ന് അങ്ങോട്ട് ഒഴിവായില്ലല്ലേ? എന്താ നീ പറഞ്ഞത്? അതെ, ആ നുസൈബാനെ എന്തായാലും ഒഴിവാക്കാനുള്ള മനസ്സ് വന്നല്ലോ, അതിനുള്ള സെറ്റപ്പൊക്കെ ചെയ്തല്ലോ അല്ലേ? എന്തായാലും ബിഗ് സല്യൂട്ട് ഉണ്ട് എൻ്റെ ഫൈസലിന്. അല്ലെങ്കിലും നിനക്കിപ്പോൾ കുറച്ച് ബുദ്ധി കൂടി വരുന്നുണ്ട്. ചിലപ്പോൾ മണ്ടത്തരങ്ങൾ മാത്രമായിരിക്കും പറയുക. ഇപ്പോൾ നീ ആൺകുട്ടിയായി മാറുന്നുണ്ട്. കാര്യങ്ങളെല്ലാം കറക്റ്റ് രീതിയിൽ തീരുമാനിക്കുന്നുണ്ട്. എടി മോളെ ഷാനി, ഞാനേ എൻ്റെ തീരുമാനങ്ങൾ ഇനിയും മാറിക്കൊണ്ടേയിരിക്കും കേട്ടോ. ഒരിക്കലും നീ കരുതരുത് എന്നെ നിനക്ക് മാത്രം സ്വന്തമായി കിട്ടുമെന്നുള്ളത്. ഒരിക്കലുമല്ല. എനിക്ക് വേണ്ടി എത്രയോ പെൺകുട്ടികൾ ക്യൂ നിൽക്കുന്നുണ്ട്. ഒരു വാക്ക് ഞാനെന്ന് പറഞ്ഞാൽ, ഇതുപോലെ ഒന്ന് വിരൽ ഞൊടിച്ചാൽ എൻ്റെ പിന്നാലെ വരാൻ എത്രയോ പെൺകുട്ടികളുണ്ട്, സുന്ദരികളായ. എനിക്കെന്തിനാ ഇവിടെ ഒരു കുറവുള്ളത്? എല്ലാം കൊണ്ടും എനിക്ക് യാതൊരു കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ എൻ്റെ കൂടെ വരാനും തയ്യാറാണ്. അവർക്കൊന്നൊരു ബുദ്ധിമുട്ടും ആവില്ല. അതുകൊണ്ട് തന്നെ അതിനുള്ള സെറ്റപ്പൊക്കെ ഫൈസലിൻ്റെ കയ്യിലുണ്ടല്ലോ. അതുകൊണ്ട് ഷാനി, ഒരിക്കലും ഇനിയും എൻ്റെ തീരുമാനങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത്ര എന്നെക്കുറിച്ച് കൂടുതൽ വിശ്വസിക്കണ്ട കേട്ടോ. ഏത് നിമിഷവും എൻ്റെ കൂടെ മറ്റൊരു പെണ്ണും വരും എന്നുള്ളൊരു ഓർമ്മ വേണം.
ഷാനിക്ക് ദേഷ്യം പിടിച്ചു. നന്നായി. അങ്ങനെ എങ്ങാനും ഇനി നടന്നിട്ടുണ്ടെങ്കിൽ ബാക്കി ഇവിടെ വെച്ചല്ല, കോടതിയിൽ വെച്ചങ്ങോട്ട് പറയാം. കേസ് കൊടുക്കും ഞാൻ അങ്ങനെ എങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അതേ, നിങ്ങളെ ആ പഴയ പെണ്ണ് നുസൈബല്ല ഞാൻ എന്നുള്ള കാര്യം ഞാൻ പലവട്ടം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് നിങ്ങളെ ആ ഒരു വിളച്ചിലൊന്നും നടക്കൂല. നിങ്ങൾക്ക് ഷാനിയെ ശരിക്കും തിരിച്ചറിയില്ല. പറഞ്ഞില്ലെന്ന് വേണ്ട. ഫൈസൽ പിന്നെ ഒന്നും മിണ്ടിയില്ല. ഷാനി പണമെറിഞ്ഞാൽ ഏത് കോടതിയും ഏത് വക്കീലും ഏത് പോലീസുകാരും വീഴും, അതെത്ര തന്നെ തെറ്റ് ചെയ്താലും. അല്ലെങ്കിലും ഞാനെന്താ തെറ്റ് ചെയ്യുന്നത്? ഞാൻ എൻ്റെ ഫ്രീഡം, എൻ്റെ ജീവിതം ഞാൻ ഏറ്റവും സന്തോഷകരമാക്കും. അതിൽ ഒരാളും അധികാരം പിടിക്കുന്നത് എനിക്കിഷ്ടമല്ല. അത് ഞാൻ എൻ്റെ ഇഷ്ടം പോലെ അങ്ങ് ചെയ്യും. ഫൈസലിൻ്റെ സ്വഭാവം ഷാനിക്ക് ഏറെക്കുറെ മനസ്സിലായിക്കൊണ്ടിരുന്നു. അല്ലെങ്കിലും ഫൈസലിനെ കെട്ടിയ പെണ്ണിനോടല്ല സ്നേഹം, മറ്റൊരുത്തിരിയോടാണ്. അങ്ങനെയാണ് അവൻ്റെ ജീവിതം. പെണ്ണ് കെട്ടുന്നതിന് മുമ്പ് ഭയങ്കര സ്നേഹമായിരിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, പിന്നെ മറ്റൊരുത്തിയെ. അതാണ് അവൻ്റെ ലക്ഷ്യം. അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഷാനിക്ക് ഫൈസലിനെ അരച്ച് കുടിക്കണമെന്ന് തോന്നി. അത്രക്കും ദേഷ്യമുണ്ടായിരുന്നു അവൾക്ക്. പക്ഷേ ക്ഷമിച്ച് പിടിച്ചു നിൽക്കുകയാണ്. നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെടും. അതിനു മുമ്പായിട്ട് തൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ആക്കണം, അല്ലാതെ ഷാനി ഇവിടം വിട്ടു പോകില്ല. ഷാനി പല്ല് ഞെരിച്ചുകൊണ്ട് മനസ്സിൽ കരുതി. മുകളിൽ നിന്ന് നല്ല ശബ്ദവും ഒക്കെ കേൾക്കുന്നു. ഉമ്മ താഴെ മാറ്റുകയാണ്. എന്താ പഠിച്ചോനെ ഇവർ കുറേ നേരമല്ലേ തുടങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറച്ചിലും ഇതും. ഒന്നുമില്ലെങ്കിൽ അയൽവാസികളെ കേൾക്കൂല. അതോ മുകളിൽ നിന്നിട്ട് അവർ പ്രസംഗിക്കണേ രണ്ടുപേരും. എന്തൊക്കെയാണാവോ പഠിച്ചോനെ, വല്ലാത്തൊരിതാണ് വന്ന് പെട്ടത്. ഇവരെ വേറെ ആക്കുക നല്ലത്. എന്നാൽ പിന്നെ ഓരോ ഇഷ്ടം പോലെ ഉണ്ടായിക്കോട്ടെ നിൽക്കുക. ഇതിവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കച്ചറയും വക്കാണൊക്കെ ആയിട്ട് ഓല് ഭയങ്കര ബുദ്ധിമുട്ടാണ് പഠിച്ചോനെ. ഷാമോനെ കാണുന്നില്ലല്ലോ, മാറ്റി നിൽക്കൽ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. എവിടെയാണാവോ ഈ മോന്? ഉമ്മ ഫോണെടുത്ത് വിളിക്കുവാൻ വേണ്ടി നിൽക്കുമ്പോൾ ഫൈസൽ അതാ പെട്ടെന്ന് ഇറങ്ങി വരുന്നു. എങ്ങോട്ടാ മാറ്റി പിടിച്ച് പോണത്? ഉമ്മയും മോനും കൂടി പോവായിരിക്കില്ലേ? എങ്ങോട്ടാ പോകുന്നത്? ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലല്ലോ, നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങ് നടക്കല്ലേ. ഒരു നിമിഷം ഉമ്മാക്ക് എന്ത് പറയണമെന്നറിയാതെ ഉമ്മ നിന്നു. പഠിച്ചോനെ, ഇവന് ഇതും കണ്ടോ? കാരണം അന്ന് അവിടെ പോയി എന്തോ കൊണ്ടു കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമാക്കിയതാണ്. അന്ന് കുറേ ഗ്ലാസ്സൊക്കെ എറിഞ്ഞു പൊട്ടിച്ച് പോയതാണ്. ഫൈസൽ ദേഷ്യത്തോടെയാണ് ഉമ്മനെ നോക്കുന്നത്. എങ്ങോട്ടാണ്? എന്താ നിങ്ങൾക്ക് നാവില്ലേ പറയാൻ? എടാ ഫൈസലെ, ഈ ആരോടെ സംസാരിക്കണത്? ഈ എന്താ വിചാരിച്ചത്? കുറച്ച് ദിവസങ്ങളല്ലോ ഈ എൻ്റെ പിന്നാലെ തുടങ്ങിയിട്ട്. എന്താ എനിക്ക്? അതേ, എൻ്റെ കെട്ടിയോളന്മാരോട് കാണിക്കണ പോലെ എന്നോട് കാണിക്കാൻ നിൽക്കണ്ട കേട്ടോ. നീ എൻ്റെ മോനാണ്, ഞാനാണ് നിൻ്റെ ഉമ്മ. പല്ല് ഞാൻ അടിച്ചു കൊഴിക്കും വല്ലാതെ ചിലക്കാൻ വന്നാൽ. ഞാൻ പോകും, അതിനെന്താ? ഞാൻ ഒറ്റയ്ക്കൊന്നല്ല പോകുന്നത്, മോൻ്റെ കൂടെ തന്നെയാണ് പോകുന്നത്. എനിക്ക് പിന്നെ അതിനെക്കുറിച്ചൊന്നും ചിന്ത ഒന്നുമില്ലല്ലോ. ഞാൻ എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നതെന്നാണ് ചോദിച്ചത്. എങ്ങോട്ടായാലും എന്താ, ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. അതിന് എന്നാൽ ഒന്ന് കൺമുമ്പിൽ നിന്ന് പോയി തരുമോ? ഫൈസൽ ദേഷ്യത്തോടെ ഉമ്മയുടെ നേർക്ക്. പഠിച്ചോനെ, ഈ ചെക്കനത് എവിടെ ഷമ്മാസ്? അപ്പോഴതാ വണ്ടിയുടെ ഹോൺ അടിക്കുന്നു. മോൻ വന്നു. ഫൈസൽക്ക ഉമ്മയുടെ അടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ ഷമ്മാസിന് ശരിക്കും പേടിയായി. എന്താ പഠിച്ചോനെ, ഇക്ക പ്രശ്നം ഉണ്ടാക്കണുണ്ടോ? ഉമ്മ എങ്ങോട്ടാടാ? എങ്ങോട്ടാ ഉമ്മാനെയും കൊണ്ടുപോയി സമയത്തിയേ? ഇക്ക, ഞങ്ങൾ ഒരു സ്ഥലം വരെ ഹോസ്പിറ്റലിലേക്കാണ് എന്നെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആരുടെ അടുത്തേക്കാണ് എന്തിനാ പോകുന്നതെന്ന് പറഞ്ഞ് ഫൈസൽ പ്രശ്നമുണ്ടാക്കുമെന്നറിയുന്നത് കൊണ്ട് തന്നെ ഷമ്മാസ് മെല്ലെ അങ്ങ് പറഞ്ഞൊഴുകുകയാണ്. ഞാൻ ഉമ്മായെയും കൊണ്ട് ഒന്ന് പുറത്തേക്ക് ഷോപ്പിലേക്കൊന്ന് പോകണം. അവിടെ ഉമ്മ പിന്നെ എന്തിനാടാ കളവ് പറയുന്നത്? നീ എങ്ങോട്ടാ? സത്യം പറയടാ. ഷമ്മാസ് ആകെ പേടിച്ച പോലെ. എന്തിക്കാ നിങ്ങൾ എന്തെങ്ങനെയാണ് പറയണത്? അല്ലേ, നിങ്ങളിവിടെ നിന്ന് ഇറങ്ങിപ്പോണത് എങ്ങോട്ടേക്കാണൊക്കെ എന്നുള്ളത് എനിക്കൊന്നും അറിയണം. അതുകൊണ്ടാണ് ഞാനൊരു ഭാഗത്തു കൂടെ ഒരു കളി കളിക്കുമ്പോൾ നിങ്ങൾ അപ്പുറത്ത് കൂടെ മറ്റേ കളി, നല്ല കളി കളിക്കും അല്ലേ? ഇനി അത് നടക്കൂല. എന്താ, ഈ വീട്ടിലെ
ഉപ്പക്ക് പകരമായിട്ട് ഇവിടെ ഞാനാണ് ഉള്ളത്. ഇനി എൻ്റെ ഭരണമായിരിക്കും ഇവിടെ. ഞാൻ പറയും പോലെ നടക്കുകയുള്ളൂ. അത് കേട്ട് ഉമ്മാക്ക് ചൊടി കയറി. എടാ ഫൈസലേ, അതെന്നാടാ അങ്ങനെ ആയത്? അങ്ങനെ ഒരിക്കലും ആവില്ലല്ലോ. ഉപ്പ കഴിഞ്ഞാലേ പിന്നെ ഉമ്മയാണ്, അല്ലാതെ വലിയ മക്കളല്ല വീട് ഭരിക്കേണ്ടത്. അതെങ്ങനെയൊക്കെ വേണം നോക്കണമെന്ന് എനിക്കറിയാം. നീ വണ്ടി എടുക്കടാ ഷമ്മാസേ. ഉമ്മ ഫൈസലിനെ ഒരു തള്ളു തള്ളി അതാ മുറ്റത്തേക്ക് ഇറങ്ങുന്നു. അത് ഫൈസൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല.